മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ 9ാം ഭാഗത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് പൗരാണികത കൊണ്ടും പ്രാധാന്യം കൊണ്ടും ഭക്തജനങ്ങളുടെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന അഗസ്ത്യേശ്വരപുരം ക്ഷേത്രത്തിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ കയ്പമംഗലം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനിർവചനീയമായ രീതിയിൽ പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രം സന്ദർശിച്ച നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും ദർശന വിവരം പ്രസിദ്ധമായ മതിലകം രേഖകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പൂർവികരിൽ നിന്നും ദേവപ്രശ്നത്തിൽ നിന്നും ലഭിച്ച അറിവുകളിൽ ക്ഷേത്ര ഐതിഹ്യം ഇങ്ങനെ: ത്രേതായുഗത്തിൽ ഹിമാലയ സാനുക്കളിലെ മഞ്ഞുമലകൾ ഉരുകി പ്രളയം വന്ന സമയം ശ്രീ അഗസ്ത്യമുനി പൂജിച്ചിരുന്ന ശ്രീ മഹാദേവ ശിവലിംഗവും സമുദ്രത്തിൽ പതിക്കുവാനിടയാവുകയും യുഗങ്ങൾക്ക് ശേഷം ഈ ശിവലിംഗം ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് വന്നടിയുകയും ചെയ്തു. കലിയുഗത്തിൽ ശ്രീ അഗസ്ത്യമുനി ദേശാടനം നടത്തുന്ന സമയം ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ആലിൻ്റെ സ്ഥാനത്ത് വിശ്രമിക്കാൻ ഇടയാവുകയും ഉണ്ടായി. ഈ സമയം ഇവിടം ഒരു ഘോര വനപ്രദേശമായിരുന്നു. വിശ്രമ സമയം ആ വനാന്തരത്തിൽ ശ്രീ കൈലാസനാഥൻ്റെ അതീവ സാന്നിധ്യം മനസ്സിലാക്കിയ മുനി അതിൻ്റെ ഉറവിടം അന്വേഷിക്കുകയും തുടർന്ന് അദ്ദേഹം പൂജിച്ചിരുന്ന ശിവലിംഗം കണ്ടുകിട്ടുകയും അവിടെ വച്ച് തന്നെ ശിവലിംഗത്തിന് പുനർജീവൻ നൽകി പൂജിച്ചു പോരുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് ഒരു നമ്പൂതിരി ഇല്ലത്തിൽ കൈലാസനാഥൻ്റെ പരമഭക്തനായ ഒരു ബ്രാഹ്മണന് ഭഗവാൻ പാർവതി സമേതം ഈ പുണ്യഭൂമിയിൽ വെച്ച് ദർശനം നൽകുകയും പിന്നീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പരമ്പരയ്ക്കും ശ്രീ അഗസ്ത്യേശ്വരത്തപ്പനെ പൂജിക്കുവാനുള്ള മഹാഭാഗ്യം നൽകുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞ് ശ്രീ ചേരമാൻ പെരുമാൾ ശ്രീ അഗസ്ത്യേശ്വരപുരത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭജനമിരിക്കുവാൻ എത്തുകയും ക്ഷേത്രഭരണം ഏറ്റെടുത്ത് നടത്തിപ്പോരുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തിയ ഡച്ചുകാർ ചേരമാൻ പെരുമാളിൻ്റെ കയ്യിൽ നിന്ന് ക്ഷേത്രഭരണം തട്ടിയെടുക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടെ ഇരുവരും തമ്മിൽ ക്ഷേത്രത്തിനു വേണ്ടി യുദ്ധം നടത്തുകയും ചെയ്തു. ഇതുമൂലം ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ശിവലിംഗത്തിന് വെട്ടേറ്റ് ശിവലിംഗം 4 കഷ്ണങ്ങളാവുകയും ചെയ്തു. പൊട്ടൽ സംഭവിച്ച ശിലകളിൽ ചൈതന്യം നിലനിൽക്കില്ല എന്ന ശാസ്ത്രവിധിയെ മറികടന്ന് മനുഷ്യനിർമ്മിതമല്ലാത്ത ശ്രീ അഗസ്ത്യമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട യക്ഷ ഗന്ധർവ കിന്നരന്മാർ നിത്യവും ഭഗവാനെ പൂജിക്കപ്പെടുന്ന ഈ മഹാദേവ ശിവലിംഗത്തിൽ സാക്ഷാൽ കൈലാസനാഥൻ്റെ അതീവ സാന്നിധ്യം നിലനിൽക്കുന്നു എന്നത് തന്നെ ക്ഷേത്രദർശനത്തിൻ്റെ ശ്രേഷ്ഠതയെ എടുത്തുകാട്ടുന്നു. മൃത്യുഞ്ജയ രുദ്രനായ കൈലാസനാഥനെ പരിപാലിക്കുന്ന പാർവതീദേവി സാന്നിധ്യവും ക്ഷേത്രത്തിലുണ്ട്. വർഷങ്ങളായി ബലിക്കൽപുരയിൽ തെളിഞ്ഞു കത്തുന്ന കെടാവിളക്കും മഹാശിവരാത്രി ദിവസം നിവേദിക്കുന്ന മഹാചതുശത നിവേദ്യവും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യ പട്ടികയിൽപ്പെടുന്നവയാണ്. മകരമാസത്തിലെ പൂയം നക്ഷത്രത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ എത്തിച്ചേരേണ്ടുന്ന പുണ്യഭൂമിയാണ് മധ്യ കേരളത്തിലെ കൈലാസമായി വിശേഷിപ്പിക്കുന്ന ശ്രീ അഗസ്ത്യേശ്വരപുരം മഹാദേവ ക്ഷേത്രം. ഏതു ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ ചെന്നു നിന്നാലും ശ്രീ അഗസ്ത്യേശ്വരപുരത്തപ്പൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നതിന് പകരം വയ്ക്കാനാവില്ല. എന്നും അഗസ്ത്യേശ്വരപുരത്തപ്പൻ്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്ന വഴിപാടുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹവും ഫലവും മറ്റൊരിടത്തും ലഭിക്കില്ല എന്ന ജ്യോതിഷികളുടെ പ്രസ്താവനയും ഈ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെ എടുത്തു കാണിക്കുന്നു. ഓം ശ്രീ അഗസ്ത്യേശ്വരപുരത്തപ്പായ നമഃ.